السلام عليكم الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان. സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ സയ്യിദിയ മജ്ലിസിൽ വെച്ച് നമ്മൾ ചർച്ച ചെയ്യാനിരിക്കുന്നത് ഒരു മഹത്താക്കപ്പെട്ടൊരു അമലിനെ പറ്റിയാണ്. ധാരാളം ആളുകൾ പറയുന്നൊരു പ്രതിസന്ധിയാണ്, ഒരു പരാതിയാണ്. തങ്ങളെ വലിയ വലിയ അമലുകൾ പറയുന്ന സമയത്ത് ഞങ്ങൾക്കത് ചെയ്യാൻ കഴിയുന്നില്ല, ഞങ്ങൾക്ക് ഓതാൻ അറിയില്ല, ഓതാൻ അറിവില്ലാത്ത ആളുകളാണ്. അറബി ഓതാനോ ഞങ്ങൾ ഖുർആൻ പാരായണം ചെയ്യാനോ ഞങ്ങൾക്ക് അറിവില്ലാത്ത ആളുകളാണ്. വലിയ വലിയ അമലുകൾ പറയുന്ന സമയത്ത് ഞങ്ങൾക്കത് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് ധാരാളം ആളുകൾ പറഞ്ഞൊരു സാഹചര്യത്തിൽ ഇൻഷാ അല്ലാഹ് ഒരു ചെറിയൊരു അമലാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ധാരാളം ആളുകൾക്ക് എല്ലാവർക്കും ഓതാൻ അറിയുന്ന പരിശുദ്ധ ഖുർആനിൻ്റെ ഉമ്മുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന പരിശുദ്ധ ഖുർആനിൻ്റെ ഉമ്മയായ സൂറത്തുൽ ഫാത്തിഹയുടെ ഒരു അമലാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയുന്നത്. എല്ലാവർക്കും ഫാത്തിഹ ഓതാൻ അറിയാം, അല്ലേ? എല്ലാവർക്കും ഫാത്തിഹ ഓതാൻ അറിയാം. എന്നാൽ ഇൻഷാ അല്ലാഹ് ഫാത്തിഹ കൊണ്ട് വലിയ അത്ഭുതങ്ങൾ നമ്മളെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധ്യമാകും. അങ്ങനെയുണ്ട്. ഫാത്തിഹയെ ചെറിയൊരു സൂറത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിസാരമാക്കണ്ട. സൂറത്തുൽ ഫാത്തിഹനെ ചെറിയൊരു സൂറത്താണെന്നുള്ള നിലക്ക് നമ്മളതിനെ നിസാരമാക്കണ്ട. വലിയ അത്ഭുതങ്ങൾ സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കാൻ സാധ്യമാകും. വലിയ നേട്ടങ്ങൾ, വലിയ ഹാജത്തുകൾ, നമ്മളെ ആവശ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ ഈ സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് നമുക്ക് കഴിയുമെന്ന് മഹാന്മാരായ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്താണ് സൂറത്തുൽ ഫാത്തിഹ? ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഉമ്മുൽ ഖുർആനാണ് സൂറത്തുൽ ഫാത്തിഹ. ഖുർആനിൻ്റെ ഉമ്മയാണ് സൂറത്തുൽ ഫാത്തിഹ. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ശിഫയാണ്, എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ശിഫയാണ് പരിശുദ്ധ ഖുർആൻ. ഖുർആനിൽ തന്നെ എല്ലാതും ഖുർആനിൽ തന്നെയുണ്ട്. വേറെ അങ്ങോട്ട് നമുക്ക് പോകേണ്ട ആവശ്യമില്ല, വേറെ എന്തും നമുക്ക് തേടി പോകേണ്ട ആവശ്യമില്ല. എല്ലാം ഖുർആനിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നമ്മോട് ഉണർത്തുകയാണ്. ഈ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആ ഖുർആനിനെ മുഴുവൻ ഉൾക്കൊള്ളിച്ചതാണ് പരിശുദ്ധ ഫാത്തിഹ സൂറത്തിൽ എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ അതിനെ തഫ്സീറിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാം. അതിൻ്റെ തഫ്സീർ പറയുന്നിടത്ത് നമുക്ക് കാണാം പരിശുദ്ധ ഖുർആനിൻ്റെ എല്ലാ മഹത്വങ്ങളും പരിശുദ്ധമാക്കപ്പെട്ട ഫാത്തിഹ സൂറത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്ന് മഹത്തുക്കളായ മുഫസ്സിരീങ്ങൾ അവിടുന്ന് രേഖപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധ്യമാകും. അതാണ് ഫാത്തിഹ സൂറത്ത്. വലിയ പവർഫുൾ ആയിട്ടുള്ള വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇൻഷാ അല്ലാഹ് ഫാത്തിഹ സൂറത്ത് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധ്യമാകും. എങ്ങനെയാണ് ഓതേണ്ടത്? ആ അമൽ ചെയ്യുന്ന സമയത്ത്, ഫാത്തിഹയുടെ അമൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് രീതിയിലാണ് നമ്മളത് ചെയ്യേണ്ടത്.
കുറച്ച് സമയങ്ങളിലാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഓതി തീർക്കേണ്ടത്. ഏതൊക്കെയാണ് സമയമെന്നും എങ്ങനെയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഓതേണ്ടതെന്നും ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദമായിട്ട് നമുക്ക് ഈ മജ്ലിസിലൂടെ നമുക്ക് വിശദമായിട്ട് നമുക്ക് അതിൽ നിന്ന് പഠിക്കാം. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. കുറേ പോരിശകളുണ്ട് മഹത്തായ സൂറത്തുൽ ഫാത്തിഹ. കുറേ പോരിശകളുണ്ട് സൂറത്തുൽ ഫാത്തിഹക്ക്. കുറേ പോരിശകൾ അടങ്ങിയ ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. വലിയ അത്ഭുതങ്ങൾ അടങ്ങിയ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹക്ക് ധാരാളം പേരുകളുണ്ട്. സൂറത്തു ഷിഫ എന്ന് പേരുണ്ട്. കാരണം എന്താണ്? എല്ലാത്തിനും ഷിഫയാണ് സൂറത്തുൽ ഫാത്തിഹ. മന്ത്രിക്കാൻ പറ്റിയ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ, പ്രതിസന്ധികൾ വന്നാൽ, പൈശാചികമായ ഉപദ്രവങ്ങൾ കുടുങ്ങി നിൽക്കുന്ന ആളാണോ, ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് നിങ്ങൾക്ക് മന്ത്രിക്കാം. സൂറത്തു ഷിഫയാണ് സൂറത്തുൽ ഫാത്തിഹ. എല്ലാത്തിനും ഷിഫയാണ്, എല്ലാത്തിനും വലിയ മരുന്നാണ് സൂറത്തുൽ ഫാത്തിഹ. നമ്മൾ നിസാരവൽക്കരിക്കേണ്ട ഒരു സൂറത്തല്ല സൂറത്തുൽ ഫാത്തിഹ. ഇൻഷാ അല്ലാഹ് വലിയ നേട്ടങ്ങളുള്ള, വലിയ അത്ഭുതങ്ങളുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നു, അലൈക്കും ബിൽ ഖുർആനി ഫഇന്നഹു ശിഫാഉൻ നാഫിഉ. എല്ലാത്തിനും ശിഫയാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ. എല്ലാത്തിനും ശിഫയാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ. ആ ഖുർആനിന്റെ ഉമ്മയാണ് ഉമ്മുൽ ഖുർആനാണ് പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ ആ ഖുർആനിന്റെ ഉമ്മയാണ് സൂറത്തുൽ ഫാത്തിഹ. ഖുർആൻ എല്ലതും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു സൂറത്താണ്. ഖുർആനിന്റെ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു സൂറത്തും കൂടിയാണ് സൂറത്തുൽ ഫാത്തിഹ. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ അമൽ ചെയ്യേണ്ടത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുന്നു, വദവാഉൽ മുബാറകായ, ഏറ്റവും ബർക്കത്തുള്ള മരുന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നു. എന്താണ്? എല്ലാത്തിനും ബർക്കത്താക്കപ്പെട്ട, എല്ലാത്തിനും പറ്റിയൊരു മരുന്നാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ. അതിൻ്റെ ഉമ്മയായ സൂറത്തുൽ ഫാത്തിഹ കൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ അമൽ പറയാൻ പോകുന്നത്. എല്ലാത്തിനും ശിഫയാണ് ഖുർആൻ. എല്ലാത്തിനും ശിഫയാണ്, എല്ലാത്തിനും മരുന്നാണ്. എന്ത് പ്രതിസന്ധി വന്നാലും, എന്ത് പ്രയാസങ്ങൾ വന്നാലും, എന്ത് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും എല്ലാത്തിനും പറ്റിയ ഒരു മരുന്നാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ. ഖുർആനില്ലാത്ത മരുന്നുണ്ടോ? ഖുർആനിൽ പറയാത്ത കാര്യങ്ങളുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. അതുകൊണ്ട് ആ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ഉമ്മയായ ഉമ്മുൽ ഖുർആനായ പരിശുദ്ധമാക്കപ്പെട്ട ഫാത്തിഹ കൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ അമൽ പറയാൻ പോകുന്നത്. നിങ്ങൾ എന്ത് ആഗ്രഹങ്ങളും എന്തു മുറാദുകളും ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ പറയുന്ന പ്രകാരത്തിൽ, മഹാന്മാർ പറഞ്ഞ പ്രകാരത്തിൽ നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഫാത്തിഹ കൊണ്ട് അമൽ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ എന്ത് ഹാജത്തും അല്ലാഹു നടത്തി തരും. എന്ത് ആഗ്രഹങ്ങളും നിങ്ങൾ മനസ്സിൽ കരുതുന്ന ഏത് മുറാദും അല്ലാഹു നടത്തി തരും. ഏത് ഹലാലായ മുറാദും അല്ലാഹു നടത്തി തരും ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇങ്ങനെ നിങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങളൊന്ന് ചെയ്തു നോക്ക്, ജീവിതത്തിൽ കൊണ്ടുവന്ന് നോക്ക്. ഇൻഷാ അല്ലാഹ് എന്ത് മുറാദും, നിന്റെ ഹലാലായ എന്ത് ഉദ്ദേശങ്ങളും അല്ലാഹു നടത്തി തരും. രോഗമുണ്ടോ? അല്ലാഹു പരിപൂർണ ശിഫ നൽകും. അതല്ലേ പറഞ്ഞത്? ഷിഫായാണ് ഇൻഷാ അല്ലാഹ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ. അല്ലാഹ് എല്ലാത്തിനും ഷിഫയാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ. എങ്ങനെയാണ് ഫാത്തിഹ കൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ അമലെടുക്കേണ്ടത്? ഇൻഷാ അല്ലാഹ് അമലിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ എപ്പോഴും എല്ലാ മജ്ലിസിലും പറയുന്നത് പ്രകാരം ധാരാളം ഭാഗങ്ങളിൽ നിന്ന് നമ്മളെ മജ്ലിസിലേക്ക് വിളിക്കുന്ന ആളുകൾ, ബന്ധപ്പെടുന്ന ആളുകൾ, ശനിയാഴ്ചയും തിങ്കളാഴ്ചയും കൺസൾട്ടിങ്ങിന് വേണ്ടി വരുന്ന ആളുകൾ, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കേരളത്തിൻ്റെ അകത്തു നിന്നും പുറത്തു നിന്നും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് വിളിച്ച് അന്വേഷിക്കുന്ന ആളുകൾ, കർണാടക പോലെ തമിഴ്നാട് പോലുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് വിളിച്ചറിയിക്കുന്ന ആളുകൾ,
പല ദിക്കുകളിൽ നിന്ന് പ്രവാസി സുഹൃത്തുക്കൾ, എൻ്റെ ദ്വീപ് നിവാസികൾ, വിളിക്കുന്ന ബന്ധപ്പെടുന്ന ആളുകൾ, ശനിയാഴ്ചയും തിങ്കളാഴ്ചയും കൺസൾട്ടിങ്ങിന് വേണ്ടി വരുന്ന ആളുകൾ, പല ഭാഗങ്ങളിൽ നിന്ന് വിളിക്കുന്ന സമയത്ത് ചില സമയങ്ങളിൽ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് ആരും പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ചില തിരക്കുകളിലും ചില പരിപാടികളിലും മജ്‌ലിസുകളിലൊക്കെ ആകുന്ന സമയത്താണ് ഇൻഷാ അല്ലാഹ് കോൾ അറ്റൻഡ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ധാരാളം ഭാഗത്ത് നിന്ന് വിളിക്കുന്നത് ഇനി എന്നാണ് തങ്ങളെ വീട്ടിലുണ്ടാകുക, തങ്ങൾ എന്നാണ് വീട്ടിലുണ്ടാകുക എന്ന് ബുക്ക് ചെയ്യുന്ന ആളിലേക്ക് വിളിച്ചന്വേഷിക്കുന്ന ആളുകൾ, ഇൻഷാ അല്ലാഹ് ഇനി നിങ്ങൾ വരേണ്ടത് ശനിയാഴ്ചയാണ്. ഇനി വരുന്ന ശനിയാഴ്ചയാണ് ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത കൺസൾട്ടിങ്ങിലുള്ള നേരിട്ട് കാണാനുള്ള അവസരം. ഇനി അടുത്ത കൺസൾട്ടിങ്ങിലുള്ള സമയം വരുന്ന ശനിയാഴ്ചയാണ്. ഈ നമ്പറിലേക്ക് വിളിച്ച് ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ വരിക. അല്ലാഹുവേ, സകലമാന മുറാദുകൾ അല്ലാഹ് നീ ഹാസിലാക്കണേ അല്ലാഹ്. എന്ത് പ്രയാസത്തിലാണോ എന്ത് പ്രതിസന്ധിയിലാണോ ഇൻഷാ അല്ലാഹ് ഇവിടത്തേക്ക് വരുന്നത് ബന്ധപ്പെടുന്നത്, അല്ലാഹുവേ അവരെല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും നീ മാറ്റി അവർക്ക് നീ റാഹത്ത് നീ കൊടുക്കണേ അല്ലാഹ്, സലാമത്ത് നീ കൊടുക്കണേ അല്ലാഹ്, രക്ഷ നീ കൊടുക്കണേ അല്ലാഹ്, എല്ലാ പ്രയാസങ്ങളിൽ നിന്നൊരു പരിഹാരം നീ കൊടുക്കണേ അല്ലാഹ്, നീ കൊടുക്കണേ അല്ലാഹ്. ധാരാളം ഭാഗങ്ങളിൽ നിന്ന് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇവിടമിൽ വന്ന് പ്രയാസങ്ങൾ പറഞ്ഞ് അത് സലാമത്താകുന്ന ആളുകൾ, പല ഭാഗങ്ങളിൽ ഇവിടത്തേക്ക് വരുന്ന ആളുകൾ സങ്കടത്തോടെയാണ് ആദ്യ സമയങ്ങളിൽ ഇവിടത്തേക്ക് വരുന്നത്. പിന്നെ അവരുടെ കാര്യങ്ങൾ റാഹത്തായി ഇവിടത്തേക്ക് വരുന്നത്, സന്തോഷപൂർവമാണ് അവർ വരുന്നത്. തങ്ങൾ റാഹത്തായി, അൽഹംദുലില്ലാഹ്, ഭർത്താവിന് ജോലി റെഡിയായി, തങ്ങൾ ചെയ്തു തന്ന പ്രകാരം ഞാൻ ചെയ്തു, കാര്യങ്ങൾ നിർവഹിച്ചു, ഭർത്താവിൻ്റെ ജോലി റാഹത്തായി എന്ന് സന്തോഷം അറിയിച്ച് വരുന്ന ആളുകൾ, മകന്റെ കല്യാണക്കാര്യം റെഡിയായി, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് തങ്ങളെ സന്തോഷം അറിയിച്ച് വരുന്ന ആളുകൾ, മകളുടെ കല്യാണക്കാരും ശരിയായി സന്തോഷങ്ങൾ അറിയിച്ചു വരുന്ന ആളുകൾ, ആ പൈശാചികമായ ഉപദ്രവങ്ങൾ നീങ്ങി ഇപ്പൊ വീട്ടിലെ റാഹത്തുണ്ട്, ഇപ്പൊ ഒരു ഐക്യമുണ്ട്, ഒരു സമാധാനമുണ്ട് എന്ന് അറിയിച്ചു വരുന്ന ആളുകൾ, സന്തോഷം അറിയിച്ചു വരുന്ന ആളുകൾ, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഞാൻ എപ്പോഴും പറയുന്നത് ഈ മജ്‌ലിസിന്റെ ഒരു കറാമത്താണ്, ഈ മജ്‌ലിസിന്റെ ഒരു മഹത്വമാണ്, ഈ മജ്‌ലിസിന്റെ ഒരു ബർക്കത്താണ്. ഇത് ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോട്ടവും കാവലുമുള്ള മജ്‌ലിസാണ്. അവിടുത്തെ പേരക്കിണാവായ ഇന്തോനേഷ്യയിലെ അച്ചിയിലെ സുമാത്ര ദ്വീപിൽ നിന്നും കടലിൽ മുസല്ല വിരിച്ചുകൊണ്ട് കടലുണ്ടി തീരത്തണഞ്ഞ മഹാനായ ഖുതുബ് ബാഹസൻ ജമലുൽ എലിപ്പാപ്പയുടെ നോട്ടവും കാവലുമുള്ള മജ്‌ലിസാണ്. ഇൻഷാ അല്ലാഹ് ഈ മജ്‌ലിസിന്റെ ശക്തി ഉപ്പാപ്പയുടെ ഒരു കാവലാണ്. ഈ മജ്‌ലിസിന്റെ ശക്തി ഞാൻ എവിടെയും പറയും, ഏത് മജ്‌ലിസിൽ നമുക്ക് ധൈര്യപൂർവ്വം പറയാം, ഉപ്പാപ്പയുടെ ഒരു കാവലാണ്. അവിടത്തേക്ക് നേർച്ച ചെയ്യുന്ന ആളുകളുടെ കാര്യങ്ങൾ എത്രയും വേഗത്തിൽ മുറാദുകൾ ഹാസിലാകുന്നത്, അവിടത്തേക്ക് ഫാത്തിഹ ഓതുന്ന ആളുകളുടെ കാര്യങ്ങൾ എത്രയും വേഗത്തിൽ മുറാദുകൾ ഹാസിലാകുന്നത് ഇൻഷാ അല്ലാഹ് അവിടുത്തെ ഒരു ശക്തിയാണ് ഈ മജ്‌ലിസിന്റെ വളർച്ച. അല്ലാഹുവേ, ദറജനി ഏറ്റി ഉയർത്തണേ അല്ലാഹ്, ദറജനി ഏറ്റി ഉയർത്തണേ അല്ലാഹ്. നിങ്ങൾ എന്ത് പ്രതിസന്ധി വന്നാലും എന്ത് പ്രയാസത്തിൽ കുടുങ്ങി നിന്നാലും മഹാനവറുകളുടെ പേരിൽ ഒരു 11 ഫാത്തിഹ നിങ്ങൾ ഓതി നോക്ക്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഏത് മുറാദും അല്ലാഹു ഹാസിലാക്കി തരും. അവിടുത്തെ ഒരു ശക്തിയിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഹാസിലാക്കി തരും. ഞാൻ എല്ലാ മജ്‌ലിസിലും പറയുന്നതാണ്, അവിടത്തേക്ക് ഫാത്തിഹ ഓതി ധാരാളം ആളുകളുടെ മുറാദുകൾ ഹാസിലായി നമുക്ക് നിരന്തരം വരുന്ന അനുഭവങ്ങളാണ്. ഇവിടത്തേക്ക് വന്നുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മുറാദുകൾ ഹാസിലാക്കുന്നത് ഉപ്പാപ്പയുടെ നോട്ടവും കാവലും ഉണ്ടായത് കൊണ്ട് മാത്രമാണ്. അവിടുത്തെ ഒരു കറാമത്ത് തന്നെയാണ് ഇൻഷാ അല്ലാഹ് ഈ മജ്‌ലിസിന്റെ വളർച്ച, ഈ മജ്‌ലിസിന്റെ ശക്തി. അല്ലാഹുവേ, നീ നിലനിർത്തണേ അല്ലാഹ്, നീ നിലനിർത്തണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് നമുക്ക് മജ്‌ലിസിലേക്ക്, നമുക്ക് അമലിലേക്ക്, എന്താണ് ഇൻഷാ അല്ലാഹ് ഫാത്തിഹയുടെ അമല്, ഇൻഷാ അല്ലാഹ് നമുക്ക് അമലിലേക്ക് കടക്കാം. ആരെങ്കിലും ഒരാൾ ഒരു ദിവസം 100 തവണ സൂറത്തുൽ
സൂറത്തുൽ ഫാത്തിഹനെ ഓതിക്കഴിഞ്ഞാൽ അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും അള്ളാഹു ഹസനാക്കി തരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കും. അതാണ് ആരെങ്കിലും ഒരാള് ഒരു ദിവസം 100 തവണ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ 100 തവണ മറന്നു പോകണ്ട ഒരു ദിവസം 100 തവണ സൂറത്തുൽ ഫാത്തിഹയെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി തരും. എല്ലാ ഹാജത്തുകളും അള്ളാഹു ഹാസിലാക്കി തരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. എങ്ങനെയാണ് ഓതേണ്ടത്? ഒറ്റടിക്കിരുന്ന് ഓതണോ? ഉസ്താദേ, തങ്ങളെ ഒറ്റ ഇരിപ്പിലിരുന്ന് ഞാൻ ഈ 100 ഫാത്തിഹയെ ഓതണോ? അല്ല, വേണ്ട. അങ്ങനെ നിങ്ങൾ പ്രയാസപ്പെടണ്ട. ഒറ്റ ഇരിപ്പിലിരുന്ന് നിങ്ങൾ 100 ഫാത്തിഹ നിങ്ങൾ ഓതേണ്ട. എങ്ങനെയാണ് ഓതേണ്ടത്? എങ്ങനെയാണ്? സുബ്ഹിക്ക് ശേഷം 21 മറ. എത്ര വട്ടം? 21 തവണ. സുബ്ഹി നിസ്കരിച്ചതിന് ശേഷം നിങ്ങൾ ഔറാദുകൾ, നിങ്ങളെ ദിക്റുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം 21 തവണ ആ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ സൂറത്തുൽ ഫാത്തിഹ ഓതണം. എത്ര തവണ? 21 തവണ. എഴുതി വെച്ചോ. സുബ്ഹി നിസ്കരിച്ച് ആ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് 21 തവണ നിങ്ങൾ ഓതണം. പിന്നെയോ ബഅദ സ്വലാത്തിൽ ളുഹരി, പിന്നെ നിങ്ങൾ ഓതേണ്ടത് ളുഹർ നിസ്കാരത്തിന് ശേഷം 22 തവണ. സുബ്ഹി നിസ്കാരത്തിന് ശേഷം 21 തവണയും ളുഹർ ബഅദ സ്വലാത്തിൽ ളുഹരി, ളുഹർ നിസ്കരിച്ചതിന് ശേഷം 22 തവണയും ബഅദ സ്വലാത്തിൽ അസ്രി, അസ്ർ നിസ്കാരത്തിന് ശേഷം 23 തവണ. എങ്ങനെ? 21 സുബ്ഹി നിസ്കരിച്ചതിന് ശേഷം, ളുഹർ നിസ്കരിച്ചതിന് ശേഷം 22, ബഅദ സ്വലാത്തിൽ അസ്രി, അസ്ർ നിസ്കരിച്ചതിന് ശേഷം 23. പിന്നെയോ ബഅദ സ്വലാത്തിൽ മഗ്രിബി, മഗ്രിബ് നിസ്കരിച്ചതിന് ശേഷം 24 പ്രാവശ്യം. സുബ്ഹി നിസ്കരിച്ചതിന് ശേഷം 21 തവണ. ളുഹർ നിസ്കരിച്ചതിന് ശേഷം 22 തവണ. ബഅദ സ്വലാത്തിൽ അസ്രി, അസ്ർ നിസ്കരിച്ചതിന് ശേഷം 23 തവണ. ബഅദ സ്വലാത്തിൽ മഗ്രിബി, മഗ്രിബ് നിസ്കരിച്ചതിന് ശേഷം 24 തവണ. ബഅദ സ്വലാത്തിൽ ഇശാഇ, ഇശാ നിസ്കരിച്ചതിന് ശേഷം 10 മറ, 10 തവണ. ഇശാ നിസ്കരിച്ചതിന് ശേഷം 10 തവണയും. അങ്ങനെ ഒരാൾ 100 തവണ ഒരു ദിവസം പൂർത്തിയാക്കിയിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ കരങ്ങള് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഉയർത്തിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യും. ഇശാവും കഴിഞ്ഞിട്ട് 10 തവണയും നിങ്ങൾ സൂറത്തുൽ ഫാത്തിഹയെ പാരായണം ചെയ്തുകൊണ്ട് ഇഖ്ലാസോടുകൂടി നിങ്ങൾ ആർക്കോ വേണ്ടി ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ അങ്ങനെ ഓതിയിട്ട് കാര്യമില്ല. നിങ്ങൾ ഇഖ്ലാസോടുകൂടി ഓരോ അക്ഷരങ്ങൾ അതിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഓതി നോക്ക്. ഈ സൂറത്തുൽ ഫാത്തിഹ നിങ്ങൾ ഓതി നോക്ക്. ഇൻഷാ അല്ലാഹ് നിങ്ങളെ മുറാദുകൾ, നിങ്ങളെ ഹാജത്തുകൾ എന്താവശ്യമാണെങ്കിലും ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും എന്ത് കാര്യമാണെങ്കിലും വലുതും ചെറുതുമായ എല്ലാ മുറാദുകളും അല്ലാഹു ഹസിലാക്കി തരും. ഒന്നും കൂടി കേട്ടോ. സുബ്ഹി നിസ്കരിച്ചതിന് ശേഷം 21 തവണ, ളുഹർ നിസ്കരിച്ചതിന് ശേഷം 22 തവണ, അസർ നിസ്കരിച്ചതിന് ശേഷം 23 തവണ, മഗ്രിബ് നിസ്കരിച്ചതിന് ശേഷം 24 തവണ, ഇശാ നിസ്കരിച്ചതിന് ശേഷം 10 തവണ. ഓരോ 5 വക്ത് നിസ്കാരം കഴിഞ്ഞിട്ടും ഓരോരോ രീതിയിൽ ഓരോരോ എണ്ണത്തിൽ നിങ്ങൾ ഇൻഷാ അല്ലാഹ് 100 തവണ പൂർത്തിയാക്കുക. ഇത് മഹാന്മാര് പറയുന്നു, നിങ്ങൾ എന്ത് മുറാദുകളും അല്ലാഹു നടത്തി തരും.
അത്രയും പവർഫുള്ളാണ് പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ ഫാത്തിഹക്കുള്ളത്. ഇനിയൊരാൾക്ക് എന്തും കൂടി അറിയാം, ഇഖ്ലാസും ഓതാൻ അറിയാം. സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ അഹദ്, അതായത് ഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്തുൽ ഇഖ്ലാസ് ഒരാൾക്ക് ഓതാൻ അറിയാമെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു അമലും കൂടി നിങ്ങൾ കേട്ടോ. നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്രകാരമാണ്. ഒരാൾക്ക് ഇതിന് പുറമെ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് നിങ്ങൾക്ക് ഓതാൻ അറിയുമെങ്കിൽ മൻ ഖറഅ സൂറത്തുൽ ഫാത്തിഹത്തി ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ, ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ എന്നുവരെ സൂറത്തുൽ ഫാത്തിഹയിൽ ഓതുക. ഏതെങ്ങനെ? ഔദു ഓതുക, ബിസ്മി ഓതുക, സൂറത്തുൽ ഫാത്തിഹ ഓതുക. എങ്ങനെ? ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ, ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ. അതുവരെ ഒരാൾ സൂറത്തുൽ ഫാത്തിഹയിൽ നിന്ന് ഓതുക. ശ്രദ്ധിച്ചു കേട്ടോ. ഏതാണ് അമല്? ഇൻഷാ അല്ലാഹ് മൻ ഖറഅ സൂറത്തുൽ ഫാത്തിഹത്തി ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ, ഒരാൾ സൂറത്തുൽ ഫാത്തിഹയിൽ നിന്ന് ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ വരെ ഓതുക. പിന്നെയോ സുമ്മ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് ഇലാ നിഹായതിഹാ, പിന്നെ അവൻ ഓതേണ്ടത് ഖുൽ ഹുവല്ലാഹു അഹദ് പൂർണ്ണമായിട്ടും, അതായത് സൂറത്തുൽ ഇഖ്ലാസ് പൂർണ്ണമായിട്ടും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അത് പരിപൂർണ്ണ രീതിയിൽ പൂർണ്ണമായിട്ടും ഓതുക. ശേഷം സുമ്മക്കാല അവൻ പറയണം, അവൻ കൊണ്ടുവരണം. എന്തിനെ കൊണ്ടുവരണം? ഈ സ്ക്രീനിൽ കാണുന്ന ഈ ദുആയെ നിങ്ങൾ 3 പ്രാവശ്യം ഇരു കരങ്ങള് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഉയർത്തിക്കൊണ്ട് നിങ്ങൾ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുക. ഈ സ്ക്രീനിൽ കാണുന്ന ദുആ എന്താണ്? ദുആ ഇൻഷാ അല്ലാഹ് എഴുതി വെച്ചോ. ഇൻഷാ അല്ലാഹ് എൻ്റെ കൂടെ നിങ്ങൾ ഏറ്റു ദുആ ചെയ്യും. ഓരോ അക്ഷരങ്ങൾ നോക്കിയിട്ട് ഒന്ന് ദുആ ചെയ്യാനൊന്ന് ശ്രമിക്കുക. അല്ലാഹുമ്മ ജമഅ ബൈനി വ ബൈന ഹാജതി കമാ ജമഅത ബൈന അസ്മാഇക വ സിഫാതിക യാ ദൽ ജലാലി വൽ ഇക്റാം. ഒന്നും കൂടി നോക്കിക്കോ, ശ്രദ്ധിച്ചോ. ഇത് 3 തവണയാണ് നിങ്ങൾ ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഇഖ്ലാസ് പൂർണ്ണമായി ഓതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ ദുആനെ നിങ്ങൾ കൊണ്ടുവരണം. എത്ര തവണ? 3 തവണ. اللهم اجمع بيني وبين حاجتي كما جمعت بين أسمائك وصفاتك يا ذا الجلال والإكرام. അല്ലാഹ് ഇൻഷാ അല്ലാഹ് ഈ ദുആനെ നിങ്ങൾ 3 പ്രാവശ്യം ഇരു കരങ്ങള് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഉയർത്തിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യ്. പിന്നെ അതിമ്മിൽ ഫാത്തിഹത്തി ഇലാ ആഖിരിഹി, പിന്നെ ഫാത്തിഹയെ നിങ്ങൾ പരിപൂർണ്ണ രീതിയിൽ കൊണ്ടുവരിക. ഈ ദുആവും നിങ്ങൾ കഴിഞ്ഞിട്ട് നിങ്ങൾ അഊദു ഓതുക, ബിസ്മി ഓതുക, പിന്നെ ഫാത്തിഹ ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ വരെ ഓതുക. പിന്നീട് സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഓതിയ ശേഷം, പരിപൂർണ്ണ രീതിയിൽ ഓതിയ ശേഷം നമ്മൾ പറഞ്ഞ ഈ ദുആനെ 3 പ്രാവശ്യം നിങ്ങൾ ഇരു കരങ്ങള് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഉയർത്തിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് ഫാത്തിഹ ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം തൊട്ടിട്ട് അവസാനം വരെ ആമീൻ വരെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ പരിപൂർണ്ണ രീതിയിൽ നിങ്ങൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് മഹാന്മാർ പറയുന്നു ഖുലിയത്ത് ഹാജത്തുഹു, അവന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടും എന്നല്ല മഹാന്മാർ പറഞ്ഞത്, അവന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു.
അപ്പൊ എന്ത് ആവശ്യമുണ്ടെങ്കിലും, നിങ്ങൾ എന്ത് ഹാജത്തുകളാണെങ്കിലും ഇൻഷാ അല്ലാഹ് ഈ രീതിയിൽ ഇൻഷാ അല്ലാഹ് ഫാത്തിഹയെ കൊണ്ടുവന്നാൽ, രണ്ട് രീതിയാണ് ഞാൻ പറഞ്ഞത്, രണ്ട് രീതിയാണ് ഞാൻ പറഞ്ഞത്. എല്ലാ ഫർള് നിസ്കാരത്തിന് ശേഷവും നമ്മൾ പറഞ്ഞ എണ്ണത്തിൽ ഇൻഷാ അല്ലാഹ് ഫാത്തിഹയെ ഓതി കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഈ കരങ്ങള് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഉയർത്തിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞ് നിങ്ങൾ ആവശ്യങ്ങൾ ചോദിക്കുക. രണ്ടാമത്തെ രീതിയോ ഫാത്തിഹ ഓതുക, ഫാത്തിഹ സൂറത്ത് ഓതി ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ വരെ ഓതി കഴിഞ്ഞതിന് ശേഷം അവിടെ നിർത്തുക. എന്നിട്ട് സൂറത്തുൽ ഇഖ്ലാസ് പരിപൂർണ രീതിയിൽ ഓതുക, ഖുൽ ഹുവല്ലാഹു അഹദ്. എന്നിട്ട് ഞാൻ പറഞ്ഞ ദുആയ 3 പ്രാവശ്യം നിങ്ങൾ കൊണ്ടുവരിക. എന്നിട്ട് പരിപൂർണ രീതിയിൽ ഫാത്തിഹ പൂർത്തീകരിക്കുകയും ചെയ്യാം. അപ്പൊ നിങ്ങൾ ആവശ്യങ്ങൾ, എന്ത് ആവശ്യങ്ങളാണെങ്കിലും ഇൻഷാ അല്ലാഹ് പടച്ച റബ്ബ് ഇൻഷാ അല്ലാഹ് എന്ത് ആവശ്യമുണ്ടെങ്കിലും അത് നിറവേറ്റി തരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഈ രണ്ട് രീതിയിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഫാത്തിഹയുടെ അമലെടുക്കണം. ഈ മജ്ലിസിൽ നിന്ന് തന്നെ, ഈ സയ്യിദിയ മജ്ലിസിൽ നിന്ന് തന്നെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ അമലെടുത്തു കഴിഞ്ഞാൽ എന്ത് മുറാദാണെങ്കിലും, എന്ത് ആഗ്രഹമാണെങ്കിലും, എന്ത് നടക്കില്ല എന്ന് നിങ്ങൾ വിചാരിച്ച് എന്ത് മുറാദും അല്ലാഹു നടത്തി തരും. ഈ ഫാത്തിഹയുടെ ഹഖ് ജാവ് ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്, ഞങ്ങളെ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് ധാരാളം മുറാദുകൾ ഞങ്ങളെ മനസ്സിലുണ്ട് അല്ലാഹ്, നീ ഹാസിലാക്കണേ അല്ലാഹ്. ഫാത്തിഹയുടെ ഹഖ് ജാവ് ബർക്കത്ത് കൊണ്ട്, ഉമ്മുൽ ഖുർആനായ ഫാത്തിഹയുടെ ഹഖ് ജാവ് ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങൾ ഈ മജ്ലിസിൽ നിന്ന് ഇന്ന് ഈ അമലുദാ ഞങ്ങൾ എടുക്കാൻ ഞങ്ങൾ തയ്യാറായി അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. നിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ഉമ്മയായ ഫാത്തിഹ കൊണ്ട് ഞങ്ങൾ ഇതാ അല്ലാഹുവേ ഞങ്ങൾ അമലെടുക്കാൻ ഞങ്ങൾ തയ്യാറായി അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കണേ അല്ലാഹ്. പരിപൂർണ നിലക്ക് നീ ഹാസിലാക്കണേ അല്ലാഹ്. ധാരാളം ആളുകൾ പല പ്രയാസങ്ങളായിട്ട് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഈ ഇമ്മരപ്പടിയിലേക്ക് വന്ന് പ്രയാസങ്ങൾ പറയുന്ന ആളുകൾ, അല്ലാഹുവിന്റെ എല്ലാ സകലമാന മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ മുറാദുകൾ ഹാസിലായ ആളുകൾ അല്ലാഹ് നീ നിലനിർത്തി കൊടുക്കണേ അല്ലാഹ്. കല്യാണക്കാരും റെഡിയായ ആളുകൾ അല്ലാഹുവേ അവരുടെ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ ഐക്യം നൽകണേ അല്ലാഹ്. മരണം വരെ റാഹത്തായ നിലക്ക് അല്ലാഹുവേ ജീവിക്കാൻ അല്ലാഹു അവർക്ക് തൗഫീഖും ആഫിയത്തും നീ കൊടുക്കണേ അല്ലാഹ്, നീ കൊടുക്കണേ അല്ലാഹ്. അവരെ കുടുംബ ജീവിതത്തിൽ നീ ബർക്കത്ത് ഏറ്റി കൊടുക്കണേ അല്ലാഹ്, നീ കൊടുക്കണേ അല്ലാഹ്. റാഹത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ധാരാളം ആളുകൾ പല പ്രയാസങ്ങളായിട്ട് വിവാഹ തടസ്സങ്ങൾ പറയുന്ന ആളുകൾ അല്ലാഹുവേ തടസ്സങ്ങൾ നീങ്ങി ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്, നീ അടുപ്പിക്കണേ അല്ലാഹ്. അനുയോജ്യമായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്. വീടിന്റെ പ്രയാസങ്ങൾ പറയുന്ന ആളുകൾ അല്ലാഹു എത്രയും പെട്ടെന്ന് റാഹത്തായ ഒരു ഭവനം അല്ലാഹു, ഒരു മസ്കൻ അവർക്ക് നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്. അവർക്ക് റാഹത്ത് കൊടുക്കണേ അല്ലാഹ്, മനസ്സമാധാനം കൊടുക്കണേ അല്ലാഹ്, ഐക്യം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ ഈ കുടുംബം, സയ്യിദിയൻ കുടുംബം അല്ലാഹുവേ അഭിവൃദ്ധിയിൽ നിന്നും അഭിവൃദ്ധിയിലേക്ക് നീ ഉയർത്തണേ അല്ലാഹ്. അവർക്ക് റാഹത്ത് കൊടുക്കണേ അല്ലാഹ്. ഈ മജ്ലിസിന് അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് നീ ഉയർത്തണേ അല്ലാഹ്. ഈ സയ്യിദിയൻ കുടുംബം അല്ലാഹു അവർക്ക് നീ ഹൈർ കൊടുക്കണേ അല്ലാഹ്, മനസ്സമാധാനം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു അവരുടെ കുടുംബ ജീവിതത്തിൽ നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. പ്രയാസങ്ങൾ കൊടുക്കല്ലേ അല്ലാഹ്, പ്രതിസന്ധികൾ കൊടുക്കല്ലേ അല്ലാഹ്, ഇടങ്ങേറുകൾ കൊടുക്കല്ലേ അല്ലാഹ്, ബലാകൾ കൊടുക്കല്ലേ അല്ലാഹ്, ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ മരണം വരെ അല്ലാഹുവേ നീ നിലനിർത്തണേ അല്ലാഹ്, നീ നിലനിർത്തണേ അല്ലാഹ്. മജ്ലിസ് ഇടുന്നതിനനുസരിച്ച് കാണുന്ന ധാരാളം ആളുകൾ, ഈ സയ്യിദിയൻ കുടുംബത്തിൽപ്പെട്ട ധാരാളം ആളുകൾ അല്ലാഹുവേ അവർക്ക് ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ രോഗങ്ങളോ കൊടുക്കല്ലോ അല്ലാഹ്. മാരകമായ ക്യാൻസർ, ട്യൂമർ, അറ്റാക്ക് പോലുള്ള രോഗങ്ങൾ ഈ സയ്യിദിയൻ കുടുംബത്തിൽ ആർക്കും നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ അല്ലാഹ്. അല്ലാഹു നിന്റെ ഖളായിലെങ്ങാൻ നീ വിധിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹ്, ഞങ്ങളെ ശരീരത്തിൽ മൊട്ടിട്ട് മുളക്കുന്നുണ്ടെങ്കിൽ ഈ സാഅത്ത് മുതൽ നീ കരിയിച്ച് കളയണേ അല്ലാഹ്, നീ കരിയിച്ച് കളയണേ അല്ലാഹ്. ഞങ്ങളെ സമ്പത്തിനെയും ഞങ്ങളെ ശരീരത്തെയും കാർന്നു തിന്നുന്ന അത്തരം അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ അല്ലാഹ്. ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ലേ അല്ലാഹ്, ഞങ്ങളെ ബുദ്ധിമുട്ടിലാക്കല്ലേ അല്ലാഹ്.
അല്ലാഹുവേ ഞങ്ങളെ മജ്‌ലിസിനെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ, നീ സ്നേഹിക്കണേ അല്ലാ, നീ സ്നേഹിക്കണേ അല്ലാ. അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലേ അല്ലാ. ഏത് മജ്‌ലിസിൽ പോയാലും ഏത് പരിപാടിയിൽ പോയാലും അല്ലാഹു ഇവർക്ക് വേണ്ടിയാണ് നമ്മളെ ദുആ. അല്ലാഹുവേ അല്ലാഹുവേ നീ നിലനിർത്തണേ അല്ലാ. അല്ലാഹുവേ ദുആനെ നീ സ്വീകരിക്കണേ അല്ലാ, ദുആനെ നീ സ്വീകരിക്കണേ അല്ലാ. ഈ മജ്‌ലിസ് കാണുന്നവർ ഓരോരോ പ്രതീക്ഷ അല്ലാഹുവേ ഞങ്ങൾക്ക് വേണ്ടി തങ്ങൾ ദുആ ചെയ്യും. അല്ലാഹുവേ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, നീ ദുആകളെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ പരിപൂർണമാക്കണേ അല്ലാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നെറ്റിത്തടം വിയർത്ത് പുഞ്ചിരി തൂകി മരിക്കുന്ന മുത്തഖീങ്ങൾ ഞങ്ങളെ പെടുത്തണേ അല്ലാ, ഞങ്ങളെ പെടുത്തണേ അല്ലാ, ഞങ്ങളെ പെടുത്തണേ അല്ലാ. ആരംഭപ്പുവായ അഷ്റഫുൽ ഹൽഖ് ത്വഹ റസൂലുള്ളാഹി, ഉപ്പാപ്പ അഷ്റഫുൽ ഹൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗള ശരീഫ് ഞങ്ങളെ കണ്ണുകൾ അടയുന്നതിന് മുമ്പ് അല്ലാ ഞങ്ങളെ കാണിക്കണേ അല്ലാ, ഞങ്ങളെ കാണിക്കണേ അല്ലാ. അവിടെ മേൽ ചെന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് സലാം പറയാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ, ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ. ഉപ്പാപ്പ അഷ്റഫുൽ ഹൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ, ഞങ്ങളെ പെടുത്തണേ അല്ലാ. ആരംഭപ്പുവായ അഷ്റഫുൽ ഹൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൃക്കല്യാണം രണ്ട് കണ്ണുകൊണ്ട് ഞങ്ങളെ കാണിക്കണേ അല്ലാ, ഞങ്ങളെ കാണിക്കണേ അല്ലാ. ബിസ്മില്ലാഹിൽ അമാനുൽ അമാൻ മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരിശ് ശൈത്താൻ വമിൻ ദുൽമിസ് സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.